ഏതാണ്ട് 1/4 നൂറ്റാണ്ടിന്റെ സ്നേഹ സൗഹൃദ ബന്ധങ്ങൾ ബാക്കിയാക്കി ഓർമ്മകളാക്കി കുട്ടി അഹമ്മദ് കുട്ടി സാർ നാഥന്റെ വിളിക്കുത്തരം നൽകി മടങ്ങി. അദ്ദേഹം മരണപ്പെട്ടു. ഈ 1/4 നൂറ്റാണ്ട് കൊണ്ട് ഞാൻ അറിഞ്ഞതും മനസ്സിലാക്കിയതും ഒപ്പം അനുഭവിച്ചിട്ടുള്ളതുമായ അദ്ദേഹത്തിന്റെ ജീവിത മൂല്യങ്ങളെയും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളെയും ഹൃദയത്തിനുള്ളിലെ ഭാവങ്ങളെയും വിലയിരുത്തിക്കൊണ്ട് പറയട്ടെ, പൊതുപ്രവർത്തനം അക്ഷരം തെറ്റാതെ നന്മയെന്ന് പറയാവുന്ന ഒരു കൂട്ടം ചിന്തകളും പ്രവൃത്തികളും വാക്കുകളുമായാണ് അദ്ദേഹം മടങ്ങുന്നത്. സാധാരണ പൊതുപ്രവർത്തനത്തിനിറങ്ങുന്നവർ കച്ചി കെട്ടാനുള്ള വള്ളി കച്ചിയിൽ നിന്ന് എടുക്കണമെന്നൊക്കെ പറയുന്ന ചില നാട്ടുനടപ്പ് ന്യായങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ പൊതുപ്രവർത്തന മേഖലയിൽ നിൽക്കുമ്പോൾ കാശ് സമ്പാദിക്കുന്നതിന്റെ ന്യായീകരണം ഇലക്ഷൻ പ്രചരണവും പൊതുപ്രവർത്തനത്തിലുള്ള ഇന്ധനവും അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് മോഷ്ടിച്ച് മറ്റൊരു സ്ഥലത്ത് ദാനം കൊടുക്കലുമൊക്കെയായി പരിഗണിക്കുന്ന കാലത്ത്, അതൊക്കെയും സർട്ടിഫൈ ചെയ്യപ്പെടുന്ന കാലത്ത് സ്വന്തം പറമ്പും വീടും വിറ്റ് പൊതുപ്രവർത്തനം നടത്തുകയും ഒരു ഘട്ടത്തിൽ പോലും അത് വിറ്റുപോയത് തിരിച്ചു പിടിക്കാനായില്ല എന്ന കുറ്റബോധമോ ദുഃഖമോ ഉണ്ടായിരുന്നില്ലെന്ന് മാത്രമല്ല, ഒന്നിൽ നിന്നും ഒരാളിൽ നിന്നും തന്റെ ഉദരത്തിലേക്ക് അനാവശ്യമായ അനർഹമായ ഒരു അഴിമതിയുടെ പണം പോലും പൈസ പോലും ഉള്ളിലേക്ക് വരരുത് എന്ന് നിർബന്ധമുള്ള ആളായിരുന്നു കുട്ടി അഹമ്മദ് കുട്ടി സാർ. ഒരുപക്ഷെ വലിയ പേരെടുക്കപ്പെട്ട ഒരു പൊതുപ്രവർത്തകനായി മാറാൻ കഴിഞ്ഞില്ലെങ്കിലും അറിയാവുന്നവർക്കും അടുത്തിടപഴകുന്നവർക്കും അദ്ദേഹത്തിന്റെ സവിശേഷമായ പല വ്യക്തിത്വ ഭാവങ്ങളും ബോധ്യപ്പെടുന്നതാണ്. ഇന്ന് പൊതുപ്രവർത്തന രംഗത്തൊക്കെ കൈമോശം വന്നിരിക്കുന്ന ഒരു സവിശേഷമായ പ്രത്യേകതയുണ്ട്. നിങ്ങൾ ഓർക്കുക, നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് പറയുന്ന ഒരു വരിയുണ്ടല്ലോ, അത് മറന്നുപോകുന്ന ഒരു കാലമാണ് പൊതുപ്രവർത്തനത്തിൽ നിന്ന്. പക്ഷേ കുട്ടി അഹമ്മദ് സാർ അങ്ങനെ ആയിരുന്നില്ല. എപ്പോ എന്നോട് സംസാരിച്ചിട്ടുണ്ടോ ആ സംസാരിക്കുമ്പോഴെല്ലാം നമ്മുടെ മുഖമറിയാത്ത പേരറിയാത്ത എത്രയോ മനുഷ്യരുടെ അധ്വാനമാണ്, കഷ്ടപ്പാടാണ്, സങ്കടങ്ങളാണ്, അവരുടെ അധ്വാനമാണ്, അവരുടെ നയാപൈസയാണ് നമ്മൾ ഈ വഹിക്കുന്ന പദവിയെന്ന് ആവർത്തിച്ച് അദ്ദേഹം എന്നോട് പറയുമായിരുന്നു. ഒരിക്കൽ ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ റോഡരികിലൂടെ നടന്നു പോകുന്ന ഒരാളെ കണ്ട് ഡ്രൈവറോട് വാഹനം നിർത്താൻ പറഞ്ഞ് നേരെ റിവേഴ്സ് എടുത്തു വന്ന് ഡോറ് തുറങ്ങി പുറത്തിറങ്ങി സംസാരിക്കുമ്പോൾ ഒരു സാധാരണക്കാരായ ഒരു ഫക്കീറായ മനുഷ്യൻ, അത്രയേ ഉള്ളൂ. സാധാരണ ഇങ്ങനെയൊക്കെ നിർത്തി ഇറങ്ങുന്നത് വലിയ പ്രതാപശാലികളെ കാണുമ്പോഴാണ് രാഷ്ട്രീയക്കാർ. ഞാൻ അദ്ദേഹത്തോട് കയറിക്കഴിഞ്ഞത് ആരാണെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, അത് എന്റെ ഈ അവസാനത്തെ ഇലക്ഷൻ പ്രചരണത്തിനിടയിൽ ഒരുപാട് കഷ്ടപ്പെട്ട് അവൻ അവസാനം ഒരു എന്തോ ജാഥയ്ക്കിടയിൽ കുഴഞ്ഞു വീണ് ഞാൻ അന്ന് പോയി കണ്ടിരുന്നു. ഇപ്പൊ ഇങ്ങനെ നടന്നു പോയപ്പോ അവനെ കണ്ടപ്പോൾ വണ്ടി അങ്ങനെ പാസ് ചെയ്ത് പോകാൻ എനിക്ക് മനസ്സ് വന്നില്ല, അതുകൊണ്ട് ഞാൻ തിരിച്ച് ഇറങ്ങി അവനോട് വിശേഷം ചോദിച്ചതാണെന്ന് പറഞ്ഞ അന്നും ഈ പറഞ്ഞ മനുഷ്യരെ കുറിച്ച് ഒട്ടേറെ കാര്യങ്ങൾ അദ്ദേഹം സംസാരിച്ചിരുന്നു. 2004 ഉമ്മൻചാണ്ടി സാറിന്റെ മന്ത്രിസഭയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്ന അദ്ദേഹം ഒരു തവണ താനൂരിൽ നിന്നും 2 തവണ തിരൂരങ്ങാടിയിൽ നിന്നും അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. വളരെ ദീർഘനാൾ താനൂർ പഞ്ചായത്ത് പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പൊതുപ്രവർത്തന രംഗത്ത് നിരവധി വർഷങ്ങളുടെ അനുഭവ സമ്പത്തും കറകളഞ്ഞ വ്യക്തിത്വവുമാണ് അദ്ദേഹത്തിന്റെ പൊതുജീവിതത്തിന്റെ മുഖമുദ്ര. അദ്ദേഹത്തിന് പരലോകം പടച്ചതമ്പുരാൻ വിജയിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ ക്ലാസ് മുറികൾ ഇനി സജീവമാവുകയാണ്. പുതിയ അധ്യയന വർഷത്തിലേക്ക് തയ്യാറെടുക്കുന്ന എല്ലാ പ്രിയ കൂട്ടുകാർക്കും കേരള പോലീസിൻ്റെ സ്വാഗതം. വീട്ടിൽ നിന്നും സ്കൂളിലെത്തുന്നവരെയും സ്കൂളിൽ നിന്നും തിരികെ വീട്ടിലെത്തുന്നവരെയും കുട്ടികളുടെ സുരക്ഷയ്ക്കായി പോലീസ് നിങ്ങളോടൊപ്പമുണ്ട്. അതിലേക്കായി ഒരു വിദ്യാർത്ഥി സുരക്ഷാ പദ്ധതി തന്നെ ഈ അധ്യയന വർഷം പോലീസ് നടപ്പിലാക്കുന്നുണ്ട്. സ്കൂളുകളിൽ മാത്രമല്ല, യാത്രാമധ്യയുള്ള എല്ലാ മേഖലകളിലും നിരീക്ഷണം ഉറപ്പിക്കുന്നതാണ് പോലീസിന്റെ ഈ പുതിയ പദ്ധതി. സ്കൂൾ ബസ്സുകളിലെ ഡ്രൈവർമാർ, കണ്ടക്ടർമാർ, മറ്റു ജീവനക്കാർ നിർബന്ധമായും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എടുത്തിരിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടുള്ള ലഹരി സംഘങ്ങളെ കുരുക്കുന്നതിനായി സ്കൂളുകൾ, കോളേജുകൾ, ട്യൂഷൻ സെന്ററുകൾ എന്നിവിടങ്ങളെല്ലാം ശക്തമായ പോലീസ് നിരീക്ഷണവും പെട്രോളിംഗും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്കൂൾ പരിസരത്ത് പതിവായി തമ്പടിക്കുന്നവരെയും വന്നുപോകുന്ന കച്ചവടക്കാരെയും പോലീസ് വാച്ച് ചെയ്യുന്നുണ്ട്. സ്കൂളുകളുടെ പരിസരത്തുള്ള കടകളിൽ ലഹരി വസ്തുക്കൾ വിൽക്കുകയോ സൂക്ഷിക്കുകയോ ചെയ്യുന്നുണ്ടോ എന്നറിയുവാൻ
പോലീസിന്റെ നിരീക്ഷണം ഏർപ്പെടുത്തിയിരുന്നത്. ലഹരി വിൽപ്പന സംബന്ധമായ എന്തെങ്കിലും വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായും 112-ൽ വിളിച്ചറിയിക്കുകയോ യോദ്ധാവ് വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതുമാണ്. ഇവളണിയും പൊന്നല്ലേ കനവുണരും ദിനമല്ലേ മൊഞ്ചത്തി പെണ്ണിൻ നിൻ മനം പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ മാറ്റേറും പൊന്നിൻ താരമേ City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity. ചില ബന്ധങ്ങൾ വിലമതിക്കാനാവാത്തതാണ്. അതിന്റെ സൗന്ദര്യം പറഞ്ഞറിയിക്കാനാവില്ല. 4 നൂറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യം. സിറ്റി ഗോൾഡ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മറ്റേതിനേക്കാളും മികച്ചത് നൽകുമെന്ന ഉറപ്പ് എന്നെ ഞാനാക്കി മാറ്റി. ശരിയാണ്, അത് അത്രമേൽ അമൂല്യമാണ്. യഥാർത്ഥ 916 സ്വർണ്ണാഭരണങ്ങളുടെ വിപുലമായ ഷോറൂം സിറ്റി ഗോൾഡ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇനി ചെറുവത്തൂരിലും പൊന്നിന് പൂക്കാലം. സിറ്റി ഗോൾഡ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചെറുവത്തൂർ, കേരള, കർണാടക. Venus Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar. Contact us today, 55488910. Venus Trading and Services, near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service.